الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ജൗസി റഹിമഹുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ഹസൻ ബസരി റഹിമഹുള്ളയുടെ അസറുകൾ ആദാബുൽ ഹസൻ അൽ ബസരി സുഹ്ദുഹു വ മവാഇദുഹു എന്നുള്ള കിതാബിൽ കൊടുത്തിട്ടുള്ള അടുത്ത അസർ, നമ്മൾ അവസാനത്തെ ഫസ്ൽ 8ാമത്തെ ഫസ്ലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവായിട്ടുള്ള ഹസൻ ബസീർ റഹിമഹുള്ളയിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപനങ്ങളും ഉപദേശങ്ങളുമെല്ലാമാണ് ഈ ഫസ്ലിൽ പറയുന്നത്. അതിലടുത്തത് വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുള്ള പറയാറുണ്ടായിരുന്നു, റുവിയ അന്ന ഈസ അലൈഹിസ്സലാം ഖാല ലിൽ ഹവാരിയീൻ, ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഹവാരിയങ്ങളോട് പറയുകയുണ്ടായി. ഹവാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സഹാബിമാർ. അഅ്മലു ലില്ലാഹ് വലാ തഅ്മലു ലിബുതൂനിക്കും, പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കുക, നിങ്ങളുടെ വയറുകൾക്ക് വേണ്ടിയാവരുത്. ഫഇന്ന അത്വയ്റ ലാ തസ്റഉ വലാ തഹ്സുദു, ഒരു പക്ഷി ആ പക്ഷി വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. തഗ്ദു വലാ റിസ്ഖ ലഹാ അല്ലാഹു യർസുഖുഹാ, അവർ രാവിലെ പുറപ്പെടുന്നത് അവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഉപജീവന മാർഗവും ഇല്ലാതെയാണ് പക്ഷികൾ പുറപ്പെടുന്നത്. അള്ളാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നത്. ഇതിന്റെ ആശയം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസാണ്. നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ വരമേൽപ്പിക്കുകയാണ് എങ്കിൽ പക്ഷികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. ആ പക്ഷികൾ രാവിലെ വെറും വയറോടുകൂടിയാണ് പുറപ്പെടുന്നത്. എന്നാൽ തിരിച്ചു വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനവും ഭക്ഷണവും എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു അസറാണിത്, ഇസ്രായേലിയത്തിൽപ്പെട്ട. ഈസാ നബി അലൈഹി സ്വലാം ഹവാരിയങ്ങളോട് പറയാണ്, അഅ്മലു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. അഥവാ നമ്മൾ ജോലി ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ്, ഹലാലായ മാർഗത്തിലുള്ള റിസ്ക് തേടാനാണ്. ആ ഒരു നിയ്യത്തിൽ പണിയെടുക്കുക. വലാ തഅ്മലൂ ലിബുതൂനിക്കും, നിങ്ങൾ നിങ്ങളുടെ വയറിന്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തതുപോലെ. ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കുകയാണ്, എന്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാനുള്ളോട് മാത്രമാണ് കിട്ടുന്നത്, എന്റെ കുടുംബത്തിന് ഞാനുള്ളോടാണ് ചെലവിന് കിട്ടുന്നത്, അല്ലാതെ പിന്നെ അവനവൻ കാരണത്താലാണ് എന്ന നിലക്ക് നിങ്ങൾ പണിയെടുക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന അത്വയ്റ ലാ തസ്റഉ വലാ തഹ്സുദു, ഒരു പക്ഷി ഒന്നും വിതക്കുന്നില്ല, ഒന്നും കൊയ്തെടുക്കുന്നുമില്ല, രാവിലെ പുറപ്പെടുന്നു, അതിനാവശ്യമായ റിസ്ക് അള്ളാഹു നൽകുന്നു. എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, വഇൻ ഖുൽതും, ഇനി നിങ്ങൾ പറയുകയാണ്, ഇന്ന ബുതൂനകും അക്ബറു മിൻ ബുതൂനിഹാ, നിങ്ങളുടെ വയറുകൾ ഒരു പക്ഷിയുടെ വയറിനേക്കാൾ വലുതാണ് എന്ന് നിങ്ങൾ പറയുകയാണ് എങ്കിൽ, അതായത് അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ പറയാ, പക്ഷിക്ക് കുറച്ചെന്തെങ്കിലും മതി, 4 ധാന്യങ്ങൾ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതി, മനുഷ്യന് അങ്ങനെയല്ല, കുറെ ആവശ്യങ്ങളുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, ഫഹാദിഹിൽ വുഹൂശു മിനദ്ദവാബ് ലാ തസ്റഉ വലാ തഹ്സുദു, എത്രയോ മൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങളുണ്ട് നമുക്ക് ചുറ്റും. മനുഷ്യനേക്കാൾ വലുപ്പമുള്ള മൃഗങ്ങളുണ്ട്, ആനയുണ്ട്, കടലിനടിയിൽ തിമ്മീങ്കലങ്ങളുണ്ട്, അല്ലാതെ വേറെ പല രീതിയിലുള്ള മൃഗങ്ങളുണ്ട്. അവരും എന്ത് ചെയ്യുന്നില്ല, അവരൊന്നും വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. ലാ റിസ്ഖ ലഹാ അല്ലാഹു യർസുഖുഹാ, അവർക്ക് പ്രതീക്ഷ വെക്കാൻ മാത്രം മാസശമ്പളമോ കച്ചവടമോ വരുമാനമോ ഒന്നും അവർക്കില്ല ഉപജീവനമായിട്ട്. പക്ഷെ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ റിസ്കിന്റെ അധികാരം അള്ളാഹുവിലാണ് എന്ന നിലക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു സബബ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. അതല്ലാതെ എന്റെ കാര്യം ഞാനാണ് നോക്കുന്നത് എന്ന രീതിയിലാകരുത് എന്നറിയിക്കുന്ന ഒരസറാണത്. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുള്ള പറയാറുണ്ടായിരുന്നു, മൻ ഇസ്തഗ്ഫറല്ലാഹ അസ്സ വജൽ ബഅദ സലാത്തി സുബ്ഹി 3 മററാത്തിൻ ഗുഫിറത് ലഹു ദുനൂബുഹു വഇൻ കാന ഫാറൻ മിന അസ്സഹ്ഫ്,
ഇത് ഒരു ഹദീസിന്റെ ആശയമാണ്. പക്ഷെ ഈ ഒരു റിവായത്തല്ല അതിന്റെ ശരിയായിട്ടുള്ളത്. അതായത് ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നുള്ള ദുആ പറയുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാലും അവന്റെ പാപം പുറത്തു കിട്ടുമെന്നുള്ളത്, അതാണ് അതിന്റെ ആശയം. പക്ഷെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായിക്കൊണ്ട് വരാത്ത ഒരു റിവായത്താണ്. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹ് ഹദീസാണ്, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ, കാരുണ്യം കാണിക്കുന്നവനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളെല്ലാവരും പരസ്പരം കാരുണ്യം കാണിക്കുന്നവരാണ്, സ്വന്തത്തിനോടും കുടുംബത്തിനോടും മക്കളോടൊക്കെ കാരുണ്യം കാണിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ റഹ്മത അഹദികും നഫ്സഹു വവലദഹു വഖാസതഹു വലാകിനിൽ ആമ്മ വറഫഅ ബിഹാ സൗതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തത്തിനോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സ്വന്തക്കാരോടും കാണിക്കുന്നതിനെ പറ്റിയല്ല ഉദ്ദേശിച്ചത്, വലാകിനിൽ ആമ്മ, പൊതുവായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഏതൊരു പച്ചക്കരലുള്ള ജീവിയോടും, മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ, കാരുണ്യം കാണിക്കുക, അവരോട് കാരുണ്യം കാണിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് അത് സ്വർഗാവകാശികളുടെ ഒരു ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. وكان يقول, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, روي أن عمر بن الخطاب رضي الله عنه قال ألا أنبئكم بخير الناس, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവരാരാണ് എന്ന് അറിയിക്കട്ടെയോ? ഖാലു, അവർ പറഞ്ഞു, ബലാ യാ അമീറുൽ മുഅ്മിനീൻ, അറിയിക്കണം. ഖാല മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരു വ്യക്തി അവന്റെ ആയുസ് അവന് ദൈർഘിച്ചു കിട്ടി, ആ ദൈർഘ്യമേറിയ ആയുസിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. വറുജിയ ഖൈറുഹു വലം യുഖഫ് ശർറുഹു, അവനിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്, അതേ സമയത്ത് അവന്റെ ഷെറിനെ തൊട്ട് ഭയപ്പെടേണ്ട ആവശ്യവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി, അഥവാ നല്ല ആയുസ് കൂട്ടി കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഒരു മുഅ്മിന്, അവനതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ. അതുപോലെ തന്നെ അവന്റെ ഖൈറുകൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുക എന്നുള്ളതും അവനിൽ നിന്ന് ഷെറ് ഭയപ്പെടേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ളതും ഒരാൾ ഖൈറുള്ളവനാണ് എന്നതിന്റെ അടയാളമാണ്. ثم قال, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിശർരിൻ നാസ്, ജനങ്ങളിൽ ഷെറ് നിറഞ്ഞവരാരാണെന്ന് ഞാൻ അറിയിക്കട്ടെയോ? ഖാലു, അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ബല, അതെ. ഖാല മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരാൾക്ക് ആയുസ് ദീർഘിച്ച് കിട്ടുകയാണ്, പക്ഷേ ആ ആയുസ്സിൽ അവൻ പാപങ്ങളാണ് കൂടുതൽ ചെയ്തു കൂട്ടുന്നത്. വലം യുർജ ഖൈറുഹു, അവനിൽ നിന്ന് ഒരു നന്മയും ആർക്കും കിട്ടാനില്ല, പ്രതീക്ഷിക്കാനില്ല. വലം യുഅ്മൻ ശർറുഹു, അവന്റെ ഷെറിനെ തൊട്ട് നിർഭയത്വവുമില്ല, കാരണം എപ്പോഴാണെങ്കിലും അവന്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ആളുകൾ ഉണ്ടാവുക. അതാണ് ഷെറ് നിറഞ്ഞ ആള് എന്ന് പറയാം. അപ്പൊ ഖൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ. അതേ ആയുസ് ദീർഘിച്ച് ലഭിക്കുക, അതിൽ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ഏറ്റവും ഷെറ് നിറഞ്ഞ കാര്യവുമാണ്. വകാന യഖൂൽ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇന്നർ റജുല ലയസ്മഉൽ ബാബ മിനൽ ഇൽം, ഒരു വ്യക്തി അയാൾ ഇൽമിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം കേൾക്കുകയാണ്, ഫയഅമലു ബിഹി, അവൻ അതനുസരിച്ച് കർമ്മം ചെയ്തു, ഫയകൂനു ഖൈറൻ ലഹു, അത് അവന് നന്മയായി തീരും. മിൻ അൻ ലൗ കാനത് ലഹു ദുനിയ ഫവദഅഹാ ഫിൽ ആഖിറ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അവൻ എത്തുമ്പോൾ ദുനിയാവ് മൊത്തം അവന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ അവന് ഖൈറായിട്ടുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഇൽമ് കേൾക്കുകയും അത് അമലാക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ഇൽമിന്റെ ഫضل അറിയിക്കുന്ന ഒരു അസറാണത്. കാരണം ഇൽമിന്റെ സദസ്സുകൾ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിദകൾ, അല്ലെങ്കിൽ ഇൽമിന്റെ പുസ്തകങ്ങൾ അത് വായിക്കുമ്പോൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇൽമിയായ സംസാരങ്ങൾ അത് കേൾക്കുമ്പോൾ ലഭിക്കുന്നത്, അത് നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കും. ഒരിക്കലും നമ്മൾ വിചാരിക്കും ദീനിപ്പഞ്ഞിപ്പോ എന്താ എനിക്ക് അറിയാനുള്ളത്, ഞാൻ ഒക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ കേൾക്കാത്ത ആയിരക്കണക്കിന് ഹദീസുകൾ അവിടെ ഉണ്ട്, നമ്മൾ അറിയാത്ത ആയിരക്കണക്കിന് മസ്അലകൾ അവിടെ ഉണ്ട്. അള്ളാഹുവിനെ പറ്റി തന്നെ നമ്മൾ അറിയാത്ത അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നാമങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വവും, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാൻ കിടക്കുകയാണ്. അപ്പോ നമ്മൾ കേട്ടിട്ടില്ലാത്ത ദുആകളുണ്ട്,
നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത സുന്നത്തായ സൽക്കർമ്മങ്ങളുണ്ട്. അപ്പോ ഇൽമ് കേട്ടുകൊണ്ട് അത് അമലാക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് അവൻ ഏറ്റവും ദുനിയാവിനേക്കാളും ദുനിയാവ് അവൻ ഉണ്ടാകുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക, ഇൽമ് കേൾക്കുക, അതിനുള്ള അവസരങ്ങൾ നാം ഒരുക്കിയെടുക്കേണ്ടതാണ്. വദുകിറ അന്നഹു റഅ ഖൗമൻ ഫീ വഖ്തിൽ ഖായിലതി ലാ യഖീലൂൻ. ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഖൈലൂലിയത്തിന്റെ സമയത്ത്, അഥവാ ഖൈലൂലിയത്തിന്റെ സമയം അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ദുഹറിന് മുമ്പുള്ള സമയമാണ്, ദുഹറിന് ശേഷമാണ് എന്ന് പറഞ്ഞവരും കാണാം. എന്തായാലും പകലിന്റെ ആ ഒരു സമയത്ത്, ദുഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു അല്പനേരം ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഖൈലൂ, നിങ്ങൾ ആ സമയത്ത് ഖൈലൂലിയത്തിന്റെ സമയത്ത് നിങ്ങൾ ഉറങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. അപ്പോ കുറച്ച് ആളുകൾ ആ സമയത്ത് ഉറങ്ങാത്തതായിട്ട് കണ്ടു. അത് ഈ ഖൈലൂലിയത്തിന്റെ പ്രത്യേകതയും ഫായിദയും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി രാത്രിയിൽ ധാരാളമായി നിന്ന് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രിയിൽ അവന്റെ ഉറക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഉറക്കത്തിലെ കുറവിനെ ശരീരത്തിന് അതിനെ പാകപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ ഉറക്കം കുറഞ്ഞു പോയിട്ടുണ്ട്, അപ്പൊ പകലിൽ അല്പനേരം ഉറങ്ങിയാൽ അതൊന്ന് ശരീരത്തിനൊരു വിശ്രമമായിരിക്കും എന്ന നിലക്കാണ് ഖൈലൂലിയത്തിന്റെ ആ സമയത്തുള്ള ഉറക്കം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോ കുറച്ച് ആളുകൾ ആ സമയത്ത് ഉറങ്ങാതിരിക്കുന്നത് കണ്ടു. അപ്പോ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഖാല മാ ലിഹാഉലാഇ ലാ യഖീലൂൻ, ഇവരെന്താണ് ഈ ഖൈലൂലിയത്ത് ഉറങ്ങാത്തത്? എന്താണ് അവർക്ക് ഉറക്കത്തിന് ക്ഷീണമൊന്നുമില്ലല്ലോ, ഉറക്കം വരുന്നില്ലല്ലോ, അവരെന്താ ചെയ്യാത്തത്? ഇന്നീ ലഅഹ്സബു ലൈലഹും ലൈല സൂഇൻ, ഞാൻ വിചാരിക്കുന്നു ഇവരുടെ രാത്രികൾ മോശപ്പെട്ട രാത്രികളാണ് എന്ന്, അഥവാ രാത്രിയിൽ നിസ്കരിക്കാത്ത ആളുകളായിരിക്കുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാൻ. അതായത് രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ആളുകൾ, ഇബാദത്തിൽ മുഴുകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും, പകലിൽ അല്പനേരം സത്യവിശ്വാസികൾക്ക് വിശ്രമിക്കാൻ ആ സമയത്ത് ആവശ്യക്കാരായി തീരും, അവർക്ക് ഉറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തതുകൊണ്ട് പറഞ്ഞത്. ഇത് ഇബാദത്തിൽ മുഴുകുന്നതിനെ പറ്റിയിട്ടാണ്. ചിലപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ രാത്രിയിൽ മൊബൈലിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ട് പകലിൽ ആ സമയത്ത് ഉറങ്ങുന്നവരെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കാതെ രാത്രിയിൽ പൂർണ്ണമായി ഉറങ്ങുന്നത് കൊണ്ടാണ് ഇവർക്ക് പകലിൽ ഖൈലൂലിയത്ത് ആവശ്യമില്ലാതിരിക്കുന്നത് എന്ന നിലക്ക് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ന് മാത്രം. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഹാദിസു ഹാദിഹിൽ ഖുലൂബ്, നിങ്ങളുടെ ഖൽബുകളെ എപ്പോഴും നിങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഫഇന്നഹാ സരീഅത്തു ദുസൂർ, അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന, കേടുവന്നു പോകുന്നതാണ്. അഥവാ എപ്പോഴും ഖൽബിന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. വഖ്റഉ ഹാദിഹിൽ അൻഫുസ്, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ അത് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഫഇന്നഹാ ത്വാമിഹത്തുൻ, കാരണം അത് ധാരാളം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നതാണ്. നമ്മുടെ മനസ്സ് ധാരാളം ആഗ്രഹങ്ങൾ, അത് വേണം, ഇത് വേണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തും. ഫഇന്നകും ഇല്ലാ തംനഊഹ, നിങ്ങൾ അതിനെ തടഞ്ഞിട്ടില്ല എങ്കിൽ, നഫ്സിന്റെ ഇച്ഛകളെ നിങ്ങൾ തടഞ്ഞിട്ടില്ല, അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ല, അതിനെ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ, തൻസിഉ ബികും ഇല ശർരി ഗായത്തിൻ, അത് നിങ്ങളെ കൊണ്ട് ഏറ്റവും വലിയ ഷർറിലേക്ക് അധപതിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിക്കേണ്ടത് നമ്മളാണ്, വേറൊരാൾക്കും കഴിയില്ല. നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പുറത്തുനിന്ന് ബാഹ്യമായിട്ട് അതിനൊരു തടസ്സം വെച്ചാൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ആ നഫ്സിനെ പരിശീലിപ്പിക്കാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. അത് നഫ്സ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അത് എന്താണെന്ന് പരിശോധിച്ച്, അത് ഹറാമാണെങ്കിൽ പൂർണ്ണമായി തടഞ്ഞ്, ഹലാലാണെങ്കിൽ അതിന്റെ അളവ് കുറച്ച് ഇത്ര മതി എന്ന നിലക്കൊക്കെ പരിശീലിപ്പിച്ചിട്ട് എടുക്കേണ്ട കാര്യമാണ്. അതല്ല എങ്കിൽ അത് വലിയ ഷർറിലേക്ക് നമ്മെ നയിക്കും. വഖീല ലഹു, ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹയോട് പറയപ്പെട്ടു, യാ അബാ സഈദ് മാ തഖൂലു ഫി ശഫാഅ, അബൂ സഈദ്, ശഫാഅത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പരലോകത്ത് ശുപാർശയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചോദിച്ചു. അഹഖുൻ ഹിയ, അത് സത്യമാണോ എന്നുള്ളത്. കാരണം ശഫാഅത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇസ്ലാമിനകത്ത് പിഴച്ച കക്ഷികളും അഹ്ലുസുന്നയും തമ്മിലുള്ള ഒരു ചർച്ചയുള്ളതാണ്. അഥവാ പ്രമാണങ്ങൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പരലോകത്ത് ശഫാഅത്ത് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഫാഅത്ത് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും എല്ലാം ശഫാഅത്ത് ഉണ്ട് എന്നുള്ളത് വിശ്വാസ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ്. എന്നാൽ ശഫാഅത്ത് ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളുകളുണ്ട്, പല പഴച്ച വിശ്വാസക്കാരുമുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു ഹസൻ ബസീർ റഹിമഹുല്ലാഹയോട്, ശഫാഅത്ത് ഉണ്ടോ, അത് ശരിയാണോ, സത്യമാണോ?
പറഞ്ഞു ഫഖാല നഅം, അതെ ഉണ്ട് എന്ന് പറഞ്ഞു. ഖീല ലഹു, പിന്നെ ചോദിക്കപ്പെട്ടു ഫഇന്ന അല്ലാഹ സുബ്ഹാനഹു വതആല യഖൂൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ മാഇദയിലെ 37-ാമത്തെ ആയത്തിൽ, യുരീദൂന അയ്യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ, അവരതാ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, അവർ ഉദ്ദേശിക്കുന്നു, പക്ഷേ അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. قال هو كما قال سبحانه وتعالى قيل له فبما دخل من دخل فيها وبما خرج. അപ്പൊ എന്നിട്ട് ചോദിച്ചു, ഒരാൾ എങ്ങനെയാണ് നരകത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഒരാൾ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത് എന്ന നിലക്ക് ചോദിച്ചു. നരകത്തിൽ കയറുന്ന ആൾക്കാര് എങ്ങനെയാണ് പ്രവേശിക്കാൻ കാരണമാകുന്നത്, എങ്ങനെയാണ് പുറത്തു വരുന്നത്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാനു അസ്വാബു ദുനൂബൻ മിനദ് ദുനിയ അഖദഹുമുല്ലാഹു ബിഹാ, അവർ ദുനിയാവിൽ പാപങ്ങൾ ചെയ്തതിന്റെ ഫലമായി അല്ലാഹു തആല അവരെ പിടികൂടുകയും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ثم أخرجهم بما علم في قلوبهم من الإيمان والتصديق, പിന്നീട് അവരുടെ ഖൽബിലുള്ള ഈമാനിന്റെയും സിദ്ഖിന്റെയും അടിസ്ഥാനത്തിൽ അവരെ നരകത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി. അതായത് ഈമാൻ, തൗഹീദ്, അതാണ് നരകത്തിൽ നിന്ന് ശാശ്വതനാകാതിരിക്കാനുള്ള മാർഗം. തൗഹീദ് കൊണ്ടേ ഒരാൾക്ക് നരകത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവുകയുള്ളൂ. ശിർക്ക് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുകയും നരകത്തിൽ ശാശ്വതമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോ പാപങ്ങൾ എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നരകശിക്ഷയ്ക്ക് കാരണമാകുന്നുണ്ടാകാം, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ടാവാം. ഇനി ആ ശിക്ഷ അനുഭവിച്ചാലും തൗഹീദും ഈമാനും സിദ്ഖും എല്ലാം ഉണ്ട് എങ്കിൽ ഒരു കാലത്ത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇഹ്ദറൂ ഖതീഅത്തൽ അർഹാം, കുടുംബബന്ധം മുറിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബബന്ധം മുറിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്ന അല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്താണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ ആരെ പറ്റിയാണോ ചോദിക്കുന്നത്, ആ അല്ലാഹുവിനെ. വൽ അർഹാം, അതുപോലെ കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക, അഥവാ അത് കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. കുടുംബബന്ധം മുറിക്കുന്നവരുമായി അള്ളാഹു ബന്ധം മുറിക്കുന്നതാണ്, കുടുംബബന്ധം ചേർക്കുന്നവനുമായിട്ട് അള്ളാഹു ബന്ധം ചേർക്കുന്നതാണ്. ഇങ്ങോട്ട് മുറിച്ചവനുമായിട്ട് ചേർക്കലാണ് യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം ചേർക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ പല വിഷയത്തിന്റെ പേരിൽ, പല നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റുന്ന, ബന്ധം മുറിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും അല്ലെങ്കിൽ കുടുംബക്കാരും ഒക്കെ ധാരാളം നമ്മുടെ നാടുകളിലും കുടുംബത്തിലൊക്കെ കാണാം. പക്ഷെ ഒരിക്കലും ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. കാരണം ഗൗരവത്തിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും എല്ലാമാണ് നാം ചെയ്യേണ്ടത്. വഖദ് റുവിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, തഖുല്ലാഹ് വസിലുൽ അർഹാം ഫഇന്നഹു അബ്ഖാലക്കും ഫിദ് ദുനിയ വഖൈറുൽ ലക്കും ഫിൽ ആഖിറ. അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അത് ദുനിയാവിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, പരലോകത്ത് നന്മയായിട്ടുണ്ടാകുന്ന കാര്യവുമാണ്. ധാരാളം ഫദ്ല് കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വഖാല റജുലുൻ ലിൽ ഹസൻ, ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ചോദിച്ചു, യാ അബാ സഈദ്, ഏ അബൂ സഈദ്, അയ്യുൽ ജിഹാദി അഫ്ളൽ, ഏത് ജിഹാദാണ് അഫ്ളലായിട്ടുള്ളത്? അഥവാ ജിഹാദിന്റെ ഇനങ്ങളുണ്ട്, ജിഹാദ് പലതരത്തിലുണ്ടാവും. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ജിഹാദു നഫ്സുണ്ട്, ജിഹാദു ശൈത്താൻ, ജിഹാദുൽ മുനാഫിഖീൻ, അതുപോലെ വഇമ്മത്തുൽ ജിഹാദുൽ കുഫാർ, ഇങ്ങനെ 4 തരത്തിലുള്ള ജിഹാദാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിന് താഴെ ഓരോ രീതിയിൽ വേറെ വരുന്നുണ്ട്. അപ്പൊ ഏത് ജിഹാദാണ് അഫ്ളലായിട്ടുള്ളത് ചോദിച്ചു. ഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ജിഹാദു ഹവാക്ക്, നിന്റെ ഹവക്കെതിരെയുള്ള ജിഹാദാണ് എന്നുള്ളത്. അഥവാ ഇച്ഛകൾക്കെതിരെയുള്ള, അത് ദീനിൽ സംശയമുണ്ടാക്കുന്ന ചിന്തകളാകാം, അല്ലെങ്കിൽ ഹറാമുകൾ ചെയ്യാനുള്ള പ്രേരണയാകാം. ആ ഹവക്കെതിരെ നീ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പറയാണ്. ഇത് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യാത്ത ഒരാൾക്ക്, സ്വന്തം നഫ്സിനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ജിഹാദ് ചെയ്യാത്ത,
പാപങ്ങൾ ഒഴിവാക്കുന്നതിൽ ജിഹാദ് ചെയ്യാത്ത, സ്വന്തം വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിൽ ജിഹാദ് ചെയ്യാത്ത ഒരാൾക്ക് വാഹിറായിട്ടുള്ള പുറത്തുള്ള ശത്രുവുമായിട്ട് ജിഹാദ് ചെയ്യാൻ കഴിയുകയില്ല. യഥാർത്ഥ രൂപത്തിൽ അവരതിന് പരിശ്രമിച്ചാലും യഥാർത്ഥ രൂപത്തിൽ ആ ജിഹാദ് അവർക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ സ്വന്തം ഇച്ഛക്കെതിരെയുള്ള ജിഹാദ് ഏറ്റവും അഫ്ളലായിട്ടുള്ളതാണ് എന്ന് പറയാണ്. പല സലഫുകളും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയുകയുണ്ടായി, മൻ ലം യമുത് ഫുജാഅതൻ, പെട്ടെന്ന് ഒരാൾ മരിച്ചിട്ടില്ല എങ്കിലും മരിള ഫുജാഅതൻ, അവന് പെട്ടെന്ന് രോഗം വന്നേക്കാം. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഹ്ദറു മുഫാജഅത റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് ഗൗരവമുള്ള ഒരു വാക്കാണ്, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. കാരണം പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ആയുസ് കുറെ ഉണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം കുറെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഈ പാപം ചെയ്യാം, നാളെ തൗബ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇന്ന് ഈ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, നമുക്ക് സമയമുണ്ടല്ലോ എന്ന നിലക്ക്. ഇവിടെ പറയാണ്, ഇനി പെട്ടെന്ന് ഒരാൾ മരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പെട്ടെന്ന് രോഗം വരാം. രോഗിയാകുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, വഹ്ദറു മുഫാജഅത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ രാവിലെ നല്ല ആരോഗ്യത്തോടു കൂടി പുറപ്പെട്ട് ഒരു വാഹനാപകടം കൊണ്ട് മരണം വരെ കിടപ്പിലായിട്ടുള്ള ആളുകളുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. മരണം പെട്ടെന്ന് വരുന്നത് പോലെ തന്നെ രോഗങ്ങൾ പെട്ടെന്ന് വരാം. പല രോഗങ്ങളും വന്ന് പെട്ടെന്ന് ആ രോഗം അറിഞ്ഞ് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അള്ളാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിൽ നിന്ന് ഈ ഫുജാഅത്തായിട്ടുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയാണ്. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, നിഅമുല്ലാഹി അക്സറു മിൻ അൻ യുഅദ്ദാ ശുക്റുഹാ, നിങ്ങൾ നന്ദി കാണിക്കുന്നതിനേക്കാൾ എല്ലാം അധികമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകൾ. ഇല്ലാ മാ അആന അല്ലാഹു തആല അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ സഹായിച്ചതല്ലാതെ. വദുനൂബു ഇബ്നി ആദം അക്സറു മിൻ അൻ യസ്ലമ മിൻഹാ ഇല്ലാ മാ അഫ അല്ലാഹു അൻഹു, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു രക്ഷ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അള്ളാഹു അത് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അതായത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ശുക്ർ വളരെ കുറവാണ്. ആ ശുക്ർ തന്നെ എന്താണ്? അള്ളാഹു നമുക്ക് സഹായമായിട്ട് ഔദാര്യമായിട്ട് ചെയ്യാൻ തൗഫീഖ് നൽകിയതാണ്. ഇനി നമ്മുടെ പാപങ്ങൾ നോക്കിയാലോ, അതിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അത് നമുക്ക് പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് തരുന്നുമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നമ്മോട് ഇങ്ങോട്ട് കാണിക്കുന്ന അള്ളാഹുവിന്റെ, നമുക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ പറ്റുന്നത് അള്ളാഹു നൽകുന്ന തൗഫീഖ് കൊണ്ടാണ്. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ നന്ദി കാണിക്കുകയും പാപങ്ങൾ സംഭവിച്ചു പോയാൽ അതിന്റെ മേൽ അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുക എന്നുള്ളതും. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, സമഅതു ബക്കർ ഇബ്നു അബ്ദില്ലാ യഖൂൽ, ബക്കർ ഇബ്നു അബ്ദില്ലാ അൽ മുസ്നി ആയിരിക്കണം, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റു സലഫുകളിൽപ്പെട്ട വ്യക്തികളാണ്, ആലിമീങ്ങളാണ്. അദ്ദേഹം പറയാറുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ കാന ഖവിയ്യൻ ഫഅമല ഖുവ്വതഹു ഫി തഅത്തില്ലാ, അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ, ഒരു വ്യക്തി അയാൾ ശക്തനാണ്, ആരോഗ്യമുള്ളവനാണ്, അയാളുടെ ആരോഗ്യം അള്ളാഹുവിനുള്ള അനുസരണത്തിൽ അയാൾ ഉപയോഗിച്ചു, അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. ഔകാന ദഈഫൻ, നീ അത്ര കൂടുതൽ അമലൊന്നും ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല, ഇപ്പൊ കുറെ നോമ്പ് കൊടുക്കാനോ കുറെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ കുറെ സമ്പത്തോ സദഖ കൊടുക്കാനോ ഒന്നുമില്ല, ദുർബലനാണ്. ഫകഫ അൻ മആസി അല്ലാഹ്, അവൻ എന്ത് ചെയ്തു? പക്ഷേ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് സ്വന്തത്തിനെ പിടിച്ചു വെച്ചു. കുറെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ അവൻ എന്ത് ചെയ്തു? പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ഈ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഈമാനാണ്. അതായത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ കാര്യമാണ് പാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അതിനുള്ള അവസരവും സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു അമലാണ്, അത് ഈമാനാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അൽ കദിബു ജിമാഉൻ നിഫാഖ്, കളവ് എന്നുള്ളത് നിഫാഖിനെ ഉണ്ടാക്കുന്നതാണ്, നിഫാഖിന്റെ അടിസ്ഥാനമാണ് കദിബ് എന്നുള്ളത്. അതായത് ഒരാൾ മുനാഫിഖാകുന്നത് അവന്റെ ഉള്ളിൽ കദിബുള്ളതുകൊണ്ടാണ്, അവൻ അള്ളാഹുവിനെ റസൂലിനെ കളവാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കളവ് കാണിക്കുക എന്നുള്ളത് അത് സംസാരത്തിലാവട്ടെ പ്രവർത്തനത്തിലാവട്ടെ, പ്രവർത്തനത്തിൽ കളവ് കാണിക്കലുണ്ട്,
എങ്ങനെയാണെങ്കിലും അത് നിഫാഖിനെ ഒരുമിച്ച് കൂട്ടുന്നാൽ നിഫാഖിനെ ഉണ്ടാക്കുന്ന കാര്യമാണ് കദിബ് എന്നുള്ളത്. ഒരിക്കലും ഒരു വിഷയത്തിന്റെ മേലെയും കളവ് പറയുകയോ കളവ് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. സത്യസന്ധത അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് നമ്മെ വഴി കാണിക്കുന്ന കാര്യമാണ്. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, മൻ കദബ ഫജറ, ആരാണോ കളവ് പറയുന്നത് അവൻ തെമ്മാടിത്തരം ചെയ്യുന്ന ആളായി മാറും, അല്ലെങ്കിൽ അതിലേക്ക് എത്തും. വമൻ ഫജറ കഫറ, ആരാണോ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നത് അവൻ കുഫറിലേക്ക് എത്തും. വമൻ കഫറ ദഖലൻ നാർ, ആരാണോ കുഫറിലേക്ക് എത്തുന്നത് കാഫിറാകുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നുള്ളത്. ഇത് ഒരു ഹദീസിന്റെ ആശയമാണ്. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അങ്ങനെയാണ് ലഫ്ദ് എന്ന് തോന്നുന്നു. ഒരു ഹദീസിന്റെ ഭാഗമാണത്. അതായത് കളവ് എന്നുള്ളത് ഈ തെമ്മാടിത്തരത്തിലേക്കും അത് നരകത്തിലേക്കും നയിക്കും എന്നുള്ളത്. കാരണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കളവ് പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കപടത ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. കാരണം അത് കുഫറിലേക്ക് എത്തിക്കും. കാരണം കുഫർ നിഫാഖ് എന്ന് പറഞ്ഞിട്ടൊരു ഇനമുണ്ട്. അതിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ കളവ് ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. വലഖദ് റൂയ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, അതിന്റെ തുടർച്ചയായിട്ട് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ കദബൽ അബ്ദു കിദ്ബതൻ, ഒരടിമ ഒരു കളവ് പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാണ്, തനഹൽ മലകു അൻഹു മസീറത മീലിൻ മിൻ നത്നി മാ യജീഉ മിൻഹു, അവനിൽ നിന്ന് അവൻ പറഞ്ഞ ആ കളവ് അല്ലെങ്കിൽ പ്രവർത്തിച്ച ആ കളവ് കാരണത്താൽ അവനിൽ നിന്ന് വരുന്ന ഗന്ധം സഹിക്കാൻ വയ്യാതെ മലക്ക് ഇത്ര ഒരു ദൂരം അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നു. കാരണം പാപങ്ങളുടെ ആ ഒരു അനന്തരഫലം കാരണത്താൽ, അതായത് ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ഒപ്പമുള്ള മലക്കുകൾ ആ പാപത്തിന്റെ ആ മ്ലേച്ഛത കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്, നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. അപ്പോ ഈ കളവ് പറയുന്ന ഒരാള് അത് കാരണത്താൽ ഉണ്ടാകുന്ന ഗന്ധം, ഉദ്ദേശിച്ചത് ആ ഒരു പാപത്തിന്റെ ദോഷം കൊണ്ട് അവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് അറിയിക്കുക. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ ഉഅദ്ദു കരീമൻ ഇദാ ജറർതു ഇലാ അഖീ നഫ്അൻ, ഞാൻ എന്നെ ഒരു മാന്യനായി കണക്ക് കൂട്ടാറില്ല ഞാൻ എന്റെ ഒരു സഹോദരന് ഉപകാരം ഉണ്ടാക്കിയാലും, ഔ റദദ്തു അൻഹു ദർറൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷത്തിൽ നിന്ന് അവനെ ഞാൻ രക്ഷിച്ചാലും, വഅസ്ലഹ്തു ബൈന ഇത്നൈൻ, രണ്ടാളുകൾക്കിടയിൽ ഞാൻ നന്മ ഉണ്ടാക്കിയാലും ഞാനൊന്നും എന്റെ മാന്യതയായിട്ട് കണക്ക് കൂട്ടാറില്ല. ഒന്നുകിൽ ഇത് പറഞ്ഞത് അദ്ദേഹം ഈ കർമ്മങ്ങളൊന്നും അല്ല, അതൊക്കെ നിസ്സാരമായിട്ടുള്ളതാണെന്ന് അറിയിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വറഅ അറിയിക്കുന്ന വാക്കായിരിക്കാം. അല്ലാഹു അഅലം. കാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇബ്നു ആദം, മനുഷ്യ, തുബ്ഗിദു الناس على ظنك, നീ ജനങ്ങളെ വെറുക്കുന്നത് നിന്റെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിനക്ക് തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വെറുക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും മറ്റൊരാളെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൻ അങ്ങനെ ഒരാളായിരിക്കും എന്നുള്ളൊരു തോന്നലിന്റെ പേരിൽ അവനോട് ഒരു വെറുപ്പ് വെച്ച് പുലർത്തുന്നത്. വതൻസൽ യഖീന മിൻ നഫ്സിക്, പക്ഷേ നിനക്ക് നിന്റെ ഉള്ളിൽ ഉറപ്പുള്ള ന്യൂനതകൾ ഉണ്ടായിട്ടും നീ അതിനെ മറന്നു പോകുന്നു. അതായത് അധികം മനുഷ്യന്മാരുടെയും ഒരു സ്വഭാവമാണ് സ്വന്തത്തിന്റെ ന്യൂനതകൾ അത് എത്ര ബോധ്യപ്പെട്ടാലും അത് അംഗീകരിക്കാനോ അത് തിരുത്താനോ ഒന്നും ശ്രമിക്കില്ല. അതേസമയം മറ്റുള്ള ആളുകളിൽ ആ കുറവുകളും ന്യൂനതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചികഞ്ഞു നോക്കാനും അതിന്റെ പേരിൽ അവരോട് വെറുപ്പ് കാണിക്കാനും അല്ലെങ്കിൽ അത് പറഞ്ഞു നടക്കാനൊക്കെ വലിയ താല്പര്യമായിരിക്കും. അപ്പോ ആദ്യം നമുക്ക് ഉറപ്പുള്ള എന്താ, വേറെ ആളുടെ കാര്യം നമുക്ക് അറിയില്ല. ഇപ്പൊ ഒരാൾ എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്തു, ചിലപ്പോൾ അയാളുടെ രഹസ്യ ജീവിതത്തിൽ അത് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് നന്നാക്കിയിട്ടുണ്ടാകാം, അത് ശരിയാക്കിയിട്ടുണ്ടാകാം, ഒന്നും നമുക്കറിയില്ല, നമ്മുടെ ഒരു ഊഹത്തിന്റെ മേലായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ മറക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഒരു അവസ്ഥയെ പറ്റി പറയാണ്. അടുത്ത റിവായത്തിൽ കാണാം, വകാന യഖൂൽ റുവിയ അന്ന നാസികൻ റഅ നാസികൻ ഫി النوم, ഒരിക്കൽ ഒരു വ്യക്തി, സ്വാലിഹായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന മറ്റൊരു സ്വാലിഹായ വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഫഖാല ലഹു, അപ്പൊ ഇയാൾ ചോദിച്ചു, മരണപ്പെട്ടു പോയ വ്യക്തിയോട് ചോദിച്ചു, കൈഫ വജദ്തൽ അംർ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ, പരലോകത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ചോദിച്ചു. ഖാല വജദ്നാ മാ ഖദ്ദംനാ വഖസിർനാ മാ ഖല്ലഫ്നാ, നമ്മൾ മുന്നൊരുക്കി വെച്ച സൽക്കർമ്മങ്ങൾ അത് കണ്ടെത്താൻ സാധിച്ചു, നമ്മൾ വിട്ടേച്ചു പോയത് അത് നമുക്ക് നഷ്ടം സംഭവിച്ച അവസ്ഥയിലാണുള്ളതെന്ന് പറഞ്ഞു. ഫഖാല അൽ-ഹസൻ അൽആന ഫഖ്ദമു അലാ ബസീറത്തിൻ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഈ ഒരു അസർ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഉൾക്കാഴ്ചയോടുകൂടി ആ പരലോകത്തിന് വേണ്ടി ഒരുക്കി വെക്കുക എന്നുള്ളത്. അതായത് ഖൽബിന് ആ ബസീറത്ത് ഉണ്ടാകണം, നമുക്ക് പരലോകത്തേക്കുള്ളതാണ് അവിടെ നിലനിൽക്കുള്ളൂ. ഇവിടെ എന്താണോ അത് ഉപയോഗിച്ചത്, എന്താണോ നിർവഹിച്ചത്,
അതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നഷ്ടപ്പെടുത്തിയതൊക്കെ നമുക്ക് ദോഷമായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. وكان يقول أردنا برنا مكتوب أثريل روي أن قوما تواصفوا الزهد بحضرة الزهري وركل زهري محمد بن مسلم بن عبيد الله بن شهاب الزهري അദ്ദേഹം അറിയപ്പെട്ട ആലിമാണ്, മദീനത്തുണ്ടായിരുന്ന ആലിമായിരുന്നു, താബീങ്ങൾ പെട്ടതാണ്. പിന്നീട് ഷാമിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ ജീവിച്ച് അറിയപ്പെട്ട പണ്ഡിതനാണ് സുഹരി. അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സുഹദിനെ പറ്റി സംസാരിക്കാം, ഭൗതിക വിരക്തി, ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ സുഹരി റഹിമഹുല്ലാഹ് അതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഫഖാല അസ്സാഹിദു, യഥാർത്ഥത്തിൽ സാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ലം യഗ്ലിബിൽ ഹറാമു സ്വബ്റഹു, ഹറാമ് അവന്റെ ക്ഷമയെ മറികടക്കാതിരിക്കുന്നവനും, വൽ ഹലാലു ശുക്റഹു, ഹലാലുകൾ അവന്റെ നന്ദിയെ മറികടക്കാതിരിക്കുന്നവനുമാണ് യഥാർത്ഥത്തിൽ ജാഹിദ് എന്ന് പറഞ്ഞു. അതായത് ഹറാമുകളിൽ നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താണ്? സ്വബറാണ്, അതിലേക്ക് കിടക്കാതെ ഇരിക്കുന്നത്. അപ്പോ അവന്റെ സ്വബറിനെ മറികടന്നുകൊണ്ട് ഒരു ഹറാമ് സ്ഥാനം പിടിക്കാൻ, കാരണം അവന്റെ ക്ഷമ നഷ്ടപ്പെട്ട് ആ ഹറാമ് ചെയ്തു പോവുകയാണ്. അങ്ങനെ ചെയ്യാതെ അവന്റെ സ്വബറിന് മേലെ ഒരിക്കലും ഹറാമ് കടക്കാത്തവനാണ് ജാഹിദ്. അതുപോലെ തന്നെ ഹലാലുകൾ, അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. പക്ഷെ അവൻ കാണിക്കുന്ന ശുക്റിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഹലാൽ ഉപയോഗിക്കില്ല. അവൻ ഉപയോഗിക്കുന്ന ഹലാലുകൾ, അവൻ ഒഴുകുന്ന ഹലാലുകൾ അവന് നന്ദി കാണിക്കാൻ പറ്റുന്നതേ അവൻ എടുക്കുകയുള്ളൂ. അതായത് ഇപ്പോ നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ആ നിലക്ക് അവൻ ഹലാലുകൾ കുറച്ച് ഉപയോഗിച്ച് നന്ദി കാണിക്കുന്നത് കൂടുതൽ ചെയ്യുന്ന ആളായിരിക്കും. അതാണ് സാഹിദ് എന്ന് ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ സ്വബറിനേക്കാൾ മേലെ ഹറാം ഉണ്ടാവില്ല, അവന്റെ ശുക്റിനേക്കാൾ മുകളിൽ ഹലാലും കയറുകയില്ല. وكان أبو بكر بن عبد الله المزني أبو بكر بن عبد الله المزني رحمه الله يقول أدهم برنو ما ظنك بخالق الكرامة لمن يريد كرامته وما ظنك بخالق الهوان لمن يريد هوانه. നീ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഇക്രാം ചെയ്യാൻ കഴിവുള്ള റബ്ബ് മാന്യന്മാരായിട്ടുള്ള ആളുകളെ ഇക്രാം ചെയ്യും. നിന്ദിക്കാൻ കഴിവുള്ള റബ്ബ് നിന്ദ്യത ഏറ്റുവാങ്ങിയിട്ടുള്ള പാപങ്ങൾ കൊണ്ട് സ്വന്തത്തെ നിന്ദിച്ചുള്ളവരെ നിന്ദിക്കുകയും ചെയ്യും പരലോകത്ത്. വഹുവ അലൈഹിമാ ഖാദിറുൻ, ആ രണ്ടു കൂട്ടരുടെ മേലെയും അള്ളാഹു കഴിവുള്ളവനാണ് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിനുള്ള പ്രതിഫലം നൽകാൻ നമ്മുടെ റബ്ബിന് കഴിയും, പാപം ചെയ്താൽ അതിന് ശിക്ഷിക്കാനും നമ്മുടെ റബ്ബിന് കഴിയും. وكان يقول حسن البصري رحمه الله പറഞ്ഞത് കാണാം, إياكم والتصويف والترجي فإنه أهلك من كان قبلكم. إياكم والتصويف, നിങ്ങൾ തസ്വീഫിനെ സൂക്ഷിക്കുക. തസ്വീഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം വൈകിപ്പിക്കുക, ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെയാകാം എന്ന നിലക്ക് വൈകിപ്പിക്കുന്നതിനാണ് തസ്വീഫ് എന്ന് പറയാം. തറജ്ജി എന്ന് പറഞ്ഞാൽ ഓരോ മോഹങ്ങൾ, ഓരോ പ്രതീക്ഷകൾ ഒരിക്കലും നടക്കാനൊരു സാധ്യത ഉണ്ടാവില്ല, പക്ഷെ അത് മോഹിച്ചുകൊണ്ട്, അത് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ് ഫൈന അഹ്ലക മൻ കാന ഖബ്ലകും, ഈ കാര്യങ്ങളാണ് നിങ്ങൾ മുൻപുള്ളവരെ നശിപ്പിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടും മനുഷ്യന് നഷ്ടം വരുത്തുന്ന കാര്യമാണ്. തസ്വീഫും തറജ്ജിയും മനുഷ്യന് നഷ്ടം വരുത്തുന്ന കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും വെച്ച് ജീവിക്കുക, അന്നൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് വലഖദ് ഹുദ്ദിസ്തു അൻ അബി ഹാസിം, അബു ഹാസിമിൽ നിന്ന് എനിക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നഹു കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നഹ്നു ലാ നുരീദു അൻ നമൂത ഹത്താ നതൂബ, നാം ഉദ്ദേശിക്കുന്നില്ല മരണപ്പെടാൻ, തൗബ ചെയ്യുന്നത് വരെ നാം മരണപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. വനഹ്നു ലാ നുരീദു അൻ നതൂബ ഹത്താ നമൂത്, മരണപ്പെടുന്നത് വരെ നാം തൗബ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതായത് തൗബയെ തസ്വീഫ് കാണിച്ചുകൊണ്ട് വൈകിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. മരിക്കുന്ന സമയത്ത് ചെയ്യാ എന്ന നിലക്ക് അവർ വൈകിപ്പിക്കാറുണ്ട്. വമൻ ലഖിയ അല്ലാഹ മിന്നാ മുജ്രിമൻ ഗൈറ തായിബിൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ തെമ്മാടിയായിക്കൊണ്ട് ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, അദ്ഖലഹു നാറ വബിഅ്സൽ മസീർ, അവരെ അള്ളാഹു തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും, മോശപ്പെട്ട ഒരു വാസസ്ഥലമാണ് അത് എന്ന് പറയാണ്. അതായത് പാപം സംഭവിക്കുക എന്നുള്ളത് മനുഷ്യൻ സംഭവിച്ചേക്കാം, മനുഷ്യൻ പാപം സംഭവിക്കുന്നവനാണ്, പക്ഷെ തൗബ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ പാപങ്ങൾ നമ്മൾ അധികരിക്കുന്നതോറും പിന്നീട് നമുക്ക് തൗബ ചെയ്യാൻ കഴിയാതെ വരും. അതാണ് പാപത്തിന്റെ ഏറ്റവും വലിയ അപകടം. പാപം കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം എന്താ വെച്ച് കഴിഞ്ഞാല്,
പാപം നമ്മൾ എത്ര ചെയ്യുന്നുവോ, എത്ര അധികരിക്കുന്നുവോ അതിനനുസരിച്ച് തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യമൊക്കെ ചെറിയ പാപം ചെയ്യുമ്പോഴത്തേനും ഒരു മനുഷ്യൻ എന്താവും, അവൻ വേഗം വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് സ്വലാത്തു തൗബ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞു പറയും. പിന്നെ ആ പാപം ചെയ്യുന്തോറും പിന്നെ അവന് സാധിക്കില്ല, അവന് നിസ്കരിക്കാൻ തോന്നില്ല, അതിനുള്ള തൗഫീഖ് ലഭിക്കാതെ നഷ്ടപ്പെട്ട ആ പാപത്തിൽ മുഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തൗബ ചെയ്യാൻ ഒരിക്കലും വൈകിപ്പിക്കരുത്. നാളെ പിന്നെ ചെയ്യാം എന്ന നിലക്ക് വൈകിപ്പിക്കരുത്. وكان يقول حسن البصري رحمه الله പറയാറുണ്ട്, روي أن أنس بن مالك رضي الله عنه أنس بن مالك رضي الله عنه ഉദ്ധരിച്ചിട്ടുള്ളത് قال كان رسول الله صلى الله عليه وسلم يخطب يوم الجمعة إلى جذع يسند ظهره إليه. ആദ്യ സമയത്ത് അഥവാ മദീനത്ത് മസ്ജിദ് ഉണ്ടാക്കി ആദ്യ സമയത്ത് ഖുത്ബ നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈന്തപ്പനത്തടിയിനോട് ചാരി ഇരുന്നിട്ടാണ് ഖുതുബ പറയാറുണ്ടായിരുന്നത്. ഫലമ്മാ കസുറന്നാസ്, അപ്പൊ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ പറയുന്നത് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കാണാൻ പറ്റുന്നൊക്കെ അവസ്ഥ ഉണ്ടാവും. അപ്പൊ ആളുകൾ കൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പറ്റുന്നില്ല ആളുകൾക്ക്. ഉമില ലഹു മിംബറുൻ മിൻ തറഫാഇൽ ഗാബ, നല്ലൊരു മരത്തടി കൊണ്ട് ഒരു മിമ്പർ ഉണ്ടാക്കുകയുണ്ടായി. ലഹു ദറജത്താൻ, 2 പടികളും അതിന് മുകളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കാനായിട്ട്. ഫലമ്മാ ഖാമ അലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഈ പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ പഴയ ഈന്തപ്പനത്തടിയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ജുമഅക്ക് വേണ്ടി ആ മിമ്പറിന്റെ മേലെ കയറിയപ്പോൾ ഹന്നൽ ജിദ്ഉ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഈന്തപ്പനത്തടി വിങ്ങിക്കരയുന്ന ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുന്നത് കണ്ടിട്ട്, അഥവാ തന്റെ മേലെ ചാരി നിന്നിട്ടാണ് ഖുതുബ നിർവഹിച്ചിരുന്നത്, മാറി നിന്നിട്ട്. ഖാല അനസ്, അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരുപാട് സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. കാരണം വെള്ളിയാഴ്ച ജുമഅക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളിൽ ദലായിലുൻ നുബുവത്തിൽ ഉൾക്കൊള്ളിക്കാറുള്ള ഹദീസാണ്. സമീഅതുൽ ഖശ്ബത തഹിന്നു ഹനീനൽ വാലിഹ, ആ ഒരു വിങ്ങിക്കരയുന്ന ആ ശബ്ദം ആ മരത്തടിയിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. വമാ സാലത് തഹിന്നു ഹത്താ നസല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്തവനഹാ ഫസകനത്, അതങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി അതിനെ സമാധാനിച്ചപ്പോഴാണ്, അതിനൊന്ന് ആലിംഗനം ചെയ്തപ്പോഴാണ് ആ കരച്ചിൽ നിർത്തിയത് എന്ന് പറഞ്ഞു. ഈ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫകാനൽ ഹസനു ഇദാ ഹദ്ദസ ബിഹാദിൽ ഹദീസ്, ഈ ഒരു ഹദീസ് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുമ്പോഴെല്ലാം കരയുമായിരുന്നു. തുമ്മ ഖാല, എന്നിട്ട് പറയും, ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, അൽ ജിദ്ഉ യഹിന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൗഖൻ ഇലൈഹി, ആ ഒരു ഈന്തപ്പനത്തടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാരണത്താൽ അത് ഏങ്ങി കരയുകയാണ്. ലിമകാനിഹി മിനല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തെ കുറിച്ചുള്ള അറിവ് കാരണത്താൽ, അതറിയാം, ആ സ്ഥാനം എന്താണെന്നറിയാം, അത് കാരണത്താൽ. വൈമുല്ലാഹ് ലഅൻതും അഹഖു അൻ തഷ്താഖു ഇലാ ലിഖാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഈന്തപ്പന മരത്തിനേക്കാൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ഷൗഖ്, ആ ഒരു എന്താണ് പറയാ, കാണാനുള്ള ആഗ്രഹവും ആ ഒരു ഇഷ്ടമൊക്കെ നിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ലാതെ ഒരാളുടെ ഈമാൻ ശരിയാവൂല. കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്. ഇപ്പൊ ജൂതന്മാരും നസാറാക്കളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവരാണ്, അള്ളാഹുവിനെ ധാരാളം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ റസൂൽ അവർ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവര് കുഫറിലായതാണ്. വേറെയും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടായിട്ട് പിന്നെ തടസ്സമായത് എന്താണ്, റസൂലിനെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ റസൂലിനോടുള്ള ഇഷ്ടവും റസൂലിനെ കാണാനുള്ള ആഗ്രഹവും നാളെ ഹൗദിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള തൗഫീഖും, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിലോ മറ്റുമെല്ലാം കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. وكان يقول روي أن بعض الصالحين رأى قوما يتمنون, ഒരിക്കൽ ചില സ്വാലിഹീങ്ങൾ അവർ കുറച്ച് ആളുകളെ കണ്ടു, അവരിങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെ പറ്റി പറയാണ്. സ്വാലിഹീങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക്
പിന്നെ അവരുടെ ആഗ്രഹങ്ങളെ പറ്റി ഇങ്ങനെ പറയാണ്. ഫഖാല, അപ്പോ അതിലൊരു വ്യക്തി പറഞ്ഞു, വഅന അതമന്ന മഅക്കും, ഞാനും എന്റെ ആഗ്രഹം നിങ്ങളുടെ ഒപ്പം പറയട്ടെ. അതായത് കുറച്ച് ആളുകൾ പോകുമ്പോ അവിടെ കുറച്ച് ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഇതാവണം, ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആഗ്രഹങ്ങൾ പറയാം. അപ്പോ അതിലൊരു വ്യക്തി പറഞ്ഞു, ഞാനും നിങ്ങളുടെ ഒപ്പം എന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയട്ടെ എന്ന് ചോദിച്ചു. ഫഖാലു മാ തതമന്ന യർഹമുക്കല്ലാഹ്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു. ഫഖാല, അപ്പൊ പറഞ്ഞു, ലൈതനാ ലം നുഖ്ലഖ്, നമ്മൾ സൃഷ്ടിക്കപ്പെടാതിരുന്നിരുന്നെങ്കിൽ, വലൈതനാ ഇദ് ഖുലിഖനാ ലം നമുത്, നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണപ്പെടാതിരുന്നെങ്കിൽ, വലൈതനാ ഇദ് മിത്നാ ലം നുബ്അസ്, ഇനി മരണപ്പെട്ടാലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ, വലൈതനാ ഇദ് ബുഇസ്നാ ലം നുഹാസബ്, ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാലും വിചാരണ ചെയ്യപ്പെടാതിരുന്നെങ്കിൽ, വലൈതനാ ഇദ് ഹുസിബ്നാ ലം നുഅദ്ദബ്, ഇനി വിചാരണ ചെയ്യപ്പെട്ടാലും ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ, വലൈതനാ ഇദ് ഉദ്ദിബ്നാ ലം നുഖല്ലദ്, ഇത് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് ശാശ്വതമല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയാം. അതായത് ഇതൊക്കെ നടക്കും, ഈ ആഗ്രഹങ്ങളൊന്നും എന്താകാൻ പോണില്ല, നടക്കാൻ പോണില്ല, ഇതിനെതിരെ നടക്കാൻ പോകുന്നുള്ളൂ. ഒന്നും സൃഷ്ടിക്കപ്പെടാതിരുന്നെങ്കിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെടാതിരുന്നെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ച മരണപ്പെടുകയും ചെയ്യും, മരണപ്പെട്ടയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെടാതിരുന്നെങ്കിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കാതെയാണ് ജീവിച്ചത് എങ്കിൽ വിചാരണ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അതെന്താണ്, ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ അവരെ ബോധ്യപ്പെടുത്താന് ആ ഒരു കാര്യത്തെ, അതിന്റെ ഗൗരവത്തെ അറിയിച്ചതാണ്. നവമ അബുൽ അലാ അൽ മഅരി ബഅദ ഹാദൽ കലാമി ഫഖാല, മറ്റ് ഒരു സലഫുകൾപ്പെട്ട ഒരു വ്യക്തി ഇതൊരു ബൈത്ത് ആയിക്കൊണ്ട്, കവിത ആയിക്കൊണ്ട് പറഞ്ഞതുണ്ട്. ഫയാ ലൈതനാ ഇശ്നാ ഹയാതൻ ബിലാ റദൻ മദദ്ദഹ്രി ഔ മിത്നാ മമാതൻ ബിലാ നശർ, നമ്മളിവിടെ ജീവിച്ചിട്ട് നമ്മൾ മരിക്കാതിരുന്നെങ്കിൽ, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന് പറയാണ്. ഇത് പല സഹാബികൾ പറഞ്ഞ വാക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കാണ്, മരണപ്പെട്ടിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന്. കാരണം വിചാരണയെ കുറിച്ചുള്ള ഭയവും എങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമെന്നുള്ള ഭയവും എല്ലാം ആ ഭയത്തെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വാക്കാണ്. വകാന അൽ ഹസൻ യഖൂൽ കാന ഖബ്ലകും നാസുൻ, നിങ്ങളുടെ മുമ്പ് ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അഥവാ സ്വഹാബികൾ, അഷ്റഖു ഖുലൂബൻ, ഏറ്റവും നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ഏറ്റവും നല്ല കൽബുള്ളവർ, വഅൻശഖു സിയാബൻ, എന്നാൽ അവരുടെ വസ്ത്രം വലിയ മുന്തിയതൊന്നാവില്ല, ചിലപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. വഅൻതുമുൽ യൗമ, പക്ഷേ നിങ്ങൾ ഇന്ന് അറഖു മിൻഹും ദീനൻ, നിങ്ങളുടെ ദീന് ഏറ്റവും കടുപ്പമായിട്ടുള്ള വരണ്ട അവസ്ഥയിലാണ്. വാഖ്സ ഖുലൂബൻ, നിങ്ങളുടെ കൽബുകൾ കടുത്തുപോയിട്ടുണ്ട് എന്ന് പറയാം. അതായത് സഹാബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും, നല്ല വസ്ത്രം ഉണ്ടാവില്ല, ചിലപ്പോ നല്ല സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ല ഈമാൻ കൊണ്ട് നിറഞ്ഞ കൽബും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലമാകും തോറും നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നന്നാവുന്നുണ്ട്, നമുക്ക് നല്ല വസ്ത്രങ്ങളും നല്ല അവസ്ഥകളും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ കൽബും ഈമാനും എല്ലാം ദുർബലപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് എന്ന് അറിയിക്കുകയാണ്. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, ഇഹ്തിമാമുൽ അബ്ദി ബിദംബിഹി ദാഇൻ ഇലാ തർക്കിഹി, ഒരാൾ അവന്റെ പാപത്തിനെ കുറിച്ച് വിഷമിക്കുക, അത് അവന്റെ മനസ്സിൽ ഒരു വലിയൊരു ചിന്തയായി ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളത്, അത് ആ പാപം ഒഴിവാക്കാൻ അവന് ഒരു പ്രേരകമാകുന്ന കാര്യമായിരിക്കും. വനദമുഹു അലൈഹി ദാഇൻ ലിതൗബതിഹി, ആ പാപം ചെയ്ത ഖേദം അത് അവന് തൗബ ചെയ്യാനുള്ള ഒരു കാരണമായി തീരും. ولا يزال العبد يهتم بالذنب حتى يكون له أنفع من بعض حسناته, ഒരാൾ ചെയ്തു പോയ പാപത്തെ കുറിച്ചിട്ടുള്ള ദുഃഖം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അവൻ ചില നന്മകൾ ചെയ്യുന്നതിനേക്കാൾ അവന് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമായി തീരും അത് എന്ന് പറയാണ്. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. അതായത് പിന്നെ ചില സലഫുകൾ പറയാറുണ്ട്, ചില ആളുകൾ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് നരകത്തിൽ കിടക്കും, ചില ആളുകൾ അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് സ്വർഗത്തിലും കിടക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സൽക്കർമ്മം ചെയ്യും, പക്ഷെ അതിന്റെ മേലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ള ഉജ്ബ് കയറിയിട്ട് ആ അമല് തകർന്നു പോയി, ആ ഉജ്ബ് കാരണത്താൽ നരകത്തിൽ കിടക്കുന്ന അവസ്ഥ. എന്നാൽ ചില ആളുകൾ ചില പാപങ്ങൾ ചെയ്തു പോകും,
പക്ഷെ അതിന്റെ മേലെ വലിയ ഖേദം, ദുഃഖമുണ്ടായി, അതിനെ മായ്ച്ചു കളയാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറി ആ പാപം തന്നെ അവൻ എന്തായിട്ട് മാറും? അവന് ഒരു നന്മയായിട്ട് മാറുന്ന ഉണ്ടാകും. അവൻ ചെയ്യുന്ന മറ്റു ചില നന്മകളെക്കാൾ അവന് ഉപകാരപ്പെടുന്നത് ഈ ഒരു കാര്യമായി തീരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ പാപം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മല്ലം യുദാവി നഫ്സഹു മിൻ സഖമിൽ ആസാം അയ്യാമ ഹയാതിഹി, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ കാലത്ത് പാപത്തിന്റെ രോഗത്തിന് നീ ചികിത്സിച്ചിട്ടില്ല എങ്കിൽ ഫമാ അബ്അദഹു മിനശ് ശിഫാ, നിനക്ക് അതിന്റെ ശിഫ ലഭിക്കില്ല. വഅഖറബഹു മിനശ് ശിഫാ ഫി ദാരിൽ ആഖിറതി ബഅദ വഫാതിഹി, പിന്നെ അതിനുള്ള ശിഫ നിനക്ക് കിട്ടാൻ പോകുന്നത് മരണത്തിന് ശേഷം പരലോകത്തായിരിക്കും. അതായത് പാപം എന്നുള്ളൊരു രോഗമാണ്. അതിന് ഓരോ പാപത്തിനുള്ള മരുന്നുണ്ട്. അത് അതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് മറികടക്കാൻ ശ്രമവും കാര്യങ്ങളൊക്കെ ദുനിയാവിൽ നീ അത് ചെയ്തിട്ടില്ല എങ്കിൽ നിനക്ക് അതിന്റെ ശിഫ അകന്നു പോകും. കാരണം ആ രോഗത്തിന് ചികിത്സ തേടുമ്പോൾ ശിഫ പെട്ടെന്നുണ്ടാകാൻ കാരണം ഉണ്ടാവും. നീ അതിനെ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ആ രോഗശമനം ഉണ്ടാകാൻ പോകുന്നത് പരലോകത്തുള്ള അവസ്ഥയായിരിക്കും, നരകത്തീ കൊണ്ടായിരിക്കും പിന്നെ അത് ആ രോഗം ശമിക്കുക. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അൽ ഹഖ് മുർറുൻ ലാ യസ്ബിറു അലൈഹി ഇല്ലാ മൻ അറഫ ഹുസ്നൽ ആഖിബ വമൻ റജാ സവാബ് ഖാഫൽ ഇഖാബ്. ഹഖ് എന്നുള്ളത്, സത്യം എന്നുള്ളത് മുർറുൻ, കയ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ലാ യസ്ബിറു അലൈഹി ഇല്ലാ മൻ അറഫ ഹുസ്നൽ ആഖിബ, ഇതിന്റെ അവസാനം നന്നാകും എന്നുള്ള ബോധ്യമുള്ളവന് മാത്രമാണ് അതിന്റെ മേലെ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. വമൻ റജ സവാബ്, ആരാണോ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്, ഖാഫൽ ഇഖാബ്, ശിക്ഷയെ ഭയപ്പെടുന്നത്, അങ്ങനെയുള്ളവർക്ക് ഹക്കിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഏത് മേഖലയിലും സത്യം എന്താണോ ആ സത്യത്തിനൊപ്പം നിൽക്കണമെങ്കിൽ അവൻ എന്ത് വേണം? ഇതുകൊണ്ടേ അവസാനം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ബോധം ഉള്ളവനെ അങ്ങനെ ചെയ്യുകയുള്ളൂ. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ലഖദ് അദ്റക്തു അഖ്വാമൻ യുഅറദു അലാ അഹദിഹിമുൽ ഹലാൽ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവരുടെ മുമ്പിൽ ഹലാൽ കൊടുത്താലും ഫയഖൂൽ, അവർ പറയും, ലാ ഹാജത ലി ബിഹി, എനിക്കത് വേണ്ട, നഖ്ഷ അൻ യുഫ്സിദന, അത് ഞങ്ങളെ ഫസാദിലാക്കുമെന്ന് ഭയപ്പെടുന്നു എന്നുള്ളത്. അതായത് ഒരാൾക്ക് കുറെ നല്ല വസ്ത്രം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറെ നല്ല സൗകര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ധാരാളം വിഷയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഹലാലാണ്, അനുവദനീയമായതാണ്. പക്ഷെ ചില ആളുകൾ ഉണ്ടായിരുന്നു, ജാഹിദീങ്ങളായിട്ടുള്ള ആളുകൾ, അവര് ഹലാല് കൂടുതൽ തന്നാൽ തന്നെ അവർ പറയും, എനിക്കത് വേണ്ട, അത് ഞങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമാണ്. ഇപ്പൊ നല്ല ഒരു കൂടുതൽ ആഡംബരവും കൂടുതൽ സൗകര്യവും കിട്ടുമ്പോൾ അവരുടെ ഇബാദത്തുകൾ കുറയും, അതിൽ മുഴുകുന്ന അവസ്ഥയുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ കയറും. അതുകൊണ്ട് ഹലാലായ ഒരു കാര്യം കൊടുത്താൽ പോലും എനിക്കത് വേണ്ട, അത് ഞങ്ങൾ കുഴപ്പത്തിലാക്കുന്നു പേടിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാ പറയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഹറാമെന്ന് തന്നെ നമ്മൾ മാറി നിൽക്കാനാണ് കഷ്ടപ്പെടുന്നത്, അതൊഴിവാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നതും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിവും അമലും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഹലാലുകൾ ലഭിച്ചാൽ പോലും അത് ഞങ്ങളുടെ ദീന് കുഴപ്പത്തിലാക്കുമെന്ന് പേടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ലൗ ഖുംത അൽ-ലൈല ഹത്താ യൻഹനി ളഹ്റുക, നിന്റെ മുതുകൊടിയുമാറ് നീ രാത്രി എന്ന് നിസ്കരിച്ചാലും, വസുംത അൻ-നഹാറ ഹത്താ യസ്ഖമ ജിസ്മുക, നിന്റെ ശരീരത്തിന് രോഗം സംഭവിക്കും അല്ലെങ്കിൽ ദുർബലത വരുമാറ് നീ നോമ്പ് നോറ്റാലും, ലം യൻഫഅക ഇല്ലാ ബിവറഇൻ സാദിഖിൻ, നിനക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു വറഅ് അഥവാ അള്ളാഹുവിനോടുള്ള ഒരു ആരാധന, ഒരു ഇബാദത്ത് ആ നിലക്ക് സത്യസന്ധമായതില്ല എങ്കിൽ അതൊന്നും നിനക്ക് ഉപകരിക്കാൻ പോകുന്നില്ല എന്ന്. അതായത് സിദ്ഖിന്റെ ഒരു ഫദ്ലാണ്. ഏത് കാര്യത്തിനും അതിന്റെ മഹത്വം ഉണ്ടാക്കുന്നത് അള്ളാഹുവിനോടുള്ള സിദ്ഖാണ്. സത്യസന്ധയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്കാണ് ചെറിയ കർമ്മങ്ങൾ പോലും വലിയ മഹത്തരമായിട്ട് അത് മാറുക. അതല്ല എങ്കിൽ അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ കർമ്മങ്ങൾ എത്ര കൂടുതലാണെങ്കിലും അത് ഉപകാരം ഉണ്ടാവുകയില്ല എന്നറിയിക്കുന്ന വാക്കാണത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ യഅദിലു ബിർറൽ വാലിദൈനി ശൈഉൻ മിനത് തതവ്വു, ഐച്ഛികമായ ഏത് കാര്യത്തിനെ തൊട്ടും വലുതാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിനോട് ഒപ്പം നിൽക്കുന്ന ഐച്ഛികമായ ഒന്നുമില്ല. ലാ ഹജ്ജുൻ വലാ ജിഹാദുൻ, ഹജ്ജാണെങ്കിലും ജിഹാദാണെങ്കിലും മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തില്ല എന്ന് പറയാം. ഇതറിയപ്പെട്ടതാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി ഒരാൾ വന്ന സമയത്ത് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജിഹാദിന് പോകാൻ പറഞ്ഞപ്പോൾ, ഹിജറയുടെ സമയത്ത് വന്നപ്പോൾ എല്ലാം നമുക്ക് കാണാം. മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളത് ഒരാളുടെ മേലെ നിർബന്ധമായിട്ടുള്ളതാണ്. അത് ഏറ്റവും മഹത്തായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കഴിഞ്ഞാൽ
പിന്നെയുള്ളത് മാതാപിതാക്കളോടുള്ള കടമയാണ്. അതിനോടൊപ്പം തത്തവു ആയിട്ടുള്ള ഒന്നും തന്നെ എത്തുകയില്ല എന്ന് ഹസൻ ബസീർ റഹിമഹുള്ള പറയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, لقد روي عن عمر بن الخطاب رضي الله عنه أنه كان يقول أكثروا من ذكر النار. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നിങ്ങൾ നരകത്തെ ധാരാളമായി ഓർക്കുക. فإن حرها شديد, അതിന്റെ ചൂട് എന്നുള്ളത് കഠിനമാണ്. وقعرها بعيد, അതിന്റെ താഴ്ച വളരെ വിദൂരമാണ്. ومقامعها حديد, അതിന്റെ ദണ്ഡുകൾ അല്ലെങ്കിൽ അതിന്റെ കൊളുത്തുകളെല്ലാം ഇരുമ്പ് കൊണ്ടുള്ളതാണ് എന്ന് പറയാറുണ്ട്. അഥവാ നരകത്തെ ശിക്ഷയെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടാവുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈമാനെ നിലനിർത്തുന്ന, നമുക്ക് പരലോകത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പ്രേരകമാകുന്ന കാര്യമാണ്. സലമത്ത് ബിൻ ആമിർ റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറാണ് ഇത്. ഈ കിതാബിലെ അവസാനത്തെ അസറാണ്. ഖാല, അദ്ദേഹം പറയാണ്, സ്വല്ലൈനൽ ജുമുഅത മഅൽ ഹസൻ, ഒരിക്കൽ ഞങ്ങൾ ഹസൻ ബസ്രിയോടൊപ്പം ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം ജുമുഅ നിർവഹിക്കുമ്പോൾ ഞങ്ങൾ പിന്നിലുണ്ടായിരുന്നു. ഫലമൻ സറഫ്ന, നിസ്കാരം പൂർത്തീകരിച്ചപ്പോൾ ഇക്തനഫ്ന ഹൗലഹു, ഞങ്ങൾ ഹസൻ ബസ്രിയുടെ ചുറ്റുമായിക്കൊണ്ട് ഞങ്ങൾ ഇരുന്നു. ഫബകാ ബുകാഅൻ ശദീദൻ, അദ്ദേഹം വളരെ കഠിനമായി കരയുന്നുണ്ടായിരുന്നു. ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, മാ ബാലുക റഹിമക്കല്ലാഹ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? വഖദ് ബുശ്ശിർത ബിൽ ജന്നതി ഫീ മനാമിക്, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് സ്വപ്നത്തിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും സ്വപ്നം കണ്ടിട്ട് അറിയിക്കപ്പെട്ടിട്ടുണ്ടാവാം, അല്ലാഹു അഅലം. പല സലഫുകളിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഫസ്ദാദ ബുകാഉഹു, അദ്ദേഹം കൂടുതൽ കരയാൻ തുടങ്ങി. ഖാല വകൈഫ ലാ അബ്കി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക? വലൗ ദഖല അലൈനാ മിൻ ബാബി ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിന്റെ കവാടത്തിലൂടെ പ്രവേശിക്കുകയാണ് അഹദു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒരാൾ പ്രവേശിക്കുകയാണ് എങ്കിൽ, ലമാ അറഫ ഗൈറ ഖിബ്ലതിനാ ഹാദിഹി, അവർ ആ സ്വഹാബികൾ നമ്മളിൽ ആകെ അവരുമായി ബന്ധപ്പെടുത്താൻ കാണുന്ന കാര്യം നമ്മൾ രണ്ടുപേരും ഖിബ്ല ഒന്നാണെന്നുള്ളത് മാത്രമായിരിക്കുന്നു. അതായത് അത്രത്തോളം സ്വഹാബികളുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം. ثم قال هيهات هيهات, എന്തൊരവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, അഹ്ലക الناس الاماني, ആളുകളുടെ വ്യാമോഹങ്ങൾ അവരെ നശിപ്പിച്ചിരിക്കുന്നു. ഖൗലുൻ ബിലാ അമലിൻ, പ്രവർത്തനമില്ലാത്ത വാക്കും. വമഅരിഫത്തുൻ ബിഗൈരി സബ്രിൻ, ക്ഷമയില്ലാത്ത അറിവുണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ക്ഷമയില്ലാത്ത അറിവും. വഈമാനുൻ ബിലാ യഖീൻ, ദൃഢതയില്ലാത്ത വിശ്വാസവുമെല്ലാം ആളുകളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാലി അറാ റിജാലൻ വലാ ഉഖൂലൻ വസ്മഉ ഹസീസൻ വലാ അറാ റിഹാലൻ വലാ അനീസൻ, ഞാൻ കാണുന്നില്ല ബുദ്ധിയുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ സഹാബികളെ പോലെയുള്ള ആളുകളെ ഞാൻ കാണുന്നില്ല, അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ള, അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ദഖലൽ ഖൗമു, എന്നിട്ട് പറഞ്ഞു, കുറച്ച് ആളുകൾ അവരുണ്ടായിരുന്നു, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. സുമ്മ ഖറജു, പിന്നെ ആ ഇസ്ലാമിന്റെ ഭാഗത്തിൽ നിന്നൊക്കെല്ലാം അവർ പുറത്തുപോയി. വഅറഫു സുമ്മ അൻകറു, അവർ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതനുസരിച്ച് അവർ ജീവിച്ചില്ല. വഹറമു സുമ്മ ഇസ്തഹല്ലു, അവർ ചില കാര്യങ്ങളെ ഹറാമായി കണ്ടു പിന്നീട് അതിനെല്ലാം ഹലാലായി അതിലേക്ക് വീണ് ചെയ്യുന്ന അവസ്ഥയിലാണ് അവരുണ്ടായിട്ടുള്ളത്. ഇന്നമാ ദീനു അഹദികും ലഅഖത്തുൻ അലാ ലിസാനിഹി, നിങ്ങളുടെ ദീന് നിങ്ങളുടെ നാവ് കൊണ്ടുള്ള ഒരു വാക്ക് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇദാ സുഇല, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ, മുഅ്മിനുൻ അൻത ബിയൗമിൽ ഹിസാബ്, വിചാരണ ദിവസത്തെ കുറിച്ച് നീ വിശ്വസിക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ, ഖാല, അവൻ പറയും, നഅം, അതെ, കദബ വമാലികി യൗമിദ്ദീൻ, പക്ഷേ അന്ത്യനാളിന്റെ അധികാരിയായിട്ടുള്ള ആധിപത്യമുള്ള രാജാവായിട്ടുള്ള അള്ളാഹുവാണ് അവൻ പറയുന്നത് കളവാണ്. അഥവാ പരലോകത്ത് വിശ്വസിക്കുന്ന ഒരാളെ പോലെ ഇന്നൊരാളും ജീവിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ഇന്ന മിൻ അഖ്ലാഖിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഖുവ്വതൻ ഫി ദീനിൻ, അവന്റെ ദീനിൽ ഖുവ്വത്ത് ഉണ്ടാവുക എന്നുള്ളത്, ദീനിൽ അവൻ ശക്തനായിരിക്കും. വഹസ്മൻ ഫി ലീനിൻ, അവൻ അതുപോലെ തന്നെ അങ്ങേയറ്റം നൈർമല്യമുള്ള കൃപ കാണിക്കുന്നവനായിരിക്കും. വഈമാനൻ ഫി യഖീനിൻ, ഈമാനിൽ യഖീനുള്ള ദൃഢതയുള്ളവനായിരിക്കും. വഇൽമൻ ഫി ഹിൽമിൻ വഹിൽമൻ ഫി ഇൽമിൻ, അറിവിൽ അവധാനത കാണിക്കുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും. വകൈസൻ ഫി റിഫ്ഖിൻ, മറ്റുള്ളവരോട് കൃപ കാണിക്കുന്നവനായിരിക്കും. വതജമ്മുലൻ ഫി ഫാഖത്തിൻ, ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്തും ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും അതിനെ അവൻ പരിഗണിക്കുക. വഖസ്ദൻ ഫി ഗിനൻ, ഐശ്വര്യമുള്ള
സമ്പത്തുള്ള അവസ്ഥയിൽ മിതത്വം കാണിക്കുന്നവനായിരിക്കും. വശഫഖതൻ ഫീ നഫഖത്തിൻ, മറ്റുള്ളവർക്ക് അവൻ കൃപയോടുകൂടി ദാക്ഷിണ്യത്തോടുകൂടി ചെലവഴിക്കുന്നവനായിരിക്കും. വറഹ്മതൻ ലിൽ മജ്ഹൂദ്, ബുദ്ധിമുട്ടുന്നവരോട് കാരുണ്യം കാണിക്കുന്നവനായിരിക്കും. വഅതാഅൻ ലി ഹുഖൂഖ്, അവന്റെ അവകാശങ്ങൾ അവൻ വീട്ടിൽ കൊടുക്കുന്നവനായിരിക്കും. വഇൻസാഫൻ ഫി ഇസ്തിഖാമത്തിൻ, നേരെ ചൊവ്വേ നിലനിൽക്കുന്നവനായിരിക്കും. ലാ യഹീഫു അലാ മൻ യുബ്ഗിദു, അവൻ ഇഷ്ടപ്പെടാത്ത ഒരാളോട് അതിക്രമം അവൻ ചെയ്യുകയില്ല. വലാ യഅ്സമു ഫീ മുസാഅദതി മൻ യുഹിബ്ബു, അവന് ഇഷ്ടമുള്ള ഒരാളോട് പാപത്തിന്റെ വിഷയത്തിൽ അവൻ സഹായിക്കുകയുമില്ല. വലാ യഹ്മിസു വലാ യഗ്മിസു വലാ യൽമിസു വലാ യൽഹു വലാ യൽഹു, അവൻ കുത്തുവാക്കുകൾ പറയില്ല, അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല. അതുപോലെ തന്നെ അനാവശ്യമായ കളികളിലും അശ്രദ്ധയിലുമായി പോവുകയില്ല. വലാ യൽഅബു, അനാവശ്യ കളികളിൽ മുഴുകയില്ല. വലാ യംശി ബിൻ നമീമ, നമീമത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നടക്കില്ല. വലാ യത്തബിഉ മാ ലൈസ ലഹു, അവൻ ആവശ്യമില്ലാത്തൊരു കാര്യവും അവൻ പിന്നാലെ പോകില്ല. വലാ യജ്ഹദുൽ ഹഖ്ഖ അല്ലദി അലൈഹി, സത്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ അവൻ എതിർക്കില്ല. വലാ യതജാവസു ഫിൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിൽ പരിധി വിടുന്ന അവസ്ഥ അവൻ ഉണ്ടാകില്ല, അത് അംഗീകരിക്കുന്നവരായിരിക്കും. വലാ യശ്മതു ബിൽ ഖബീഹതി ഇൻ ഹല്ലത് ബിഗൈരിഹി, മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും മോശപ്പെട്ടതുണ്ടായാൽ അതിന്റെ മേലെ സന്തോഷിക്കുന്നവനാവുകയില്ല. വലാ യുസറു ബിൽ മുസീബത്തി ഇദാ നസലത് ബിസവാ, അതുപോലെ മറ്റുള്ളവർക്ക് മുസീബത്ത് ബാധിച്ചാൽ അതിന്റെ മേലെയും സന്തോഷിക്കുന്നവനാവുകയില്ല. അതായത് ഒരു മുഅ്മിനിന്റെ എങ്ങനെ ആയിരിക്കും ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് ഹസൻ ബസീർ റഹിമഹുള്ള പറയാം. ഇനിയും പറയുന്നുണ്ട്, അൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഫി സ്വലാത്തി ഖാശിഉൻ, അവന്റെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവനായിരിക്കും, ഖുശൂഉള്ളവനായിരിക്കും. വഇല സകാത്തി മുസാരിഉൻ, അവനെ ശുദ്ധീകരിക്കാനും അതുപോലെ അവന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സകാത്തും സദഖയും എല്ലാം ധൃതിപ്പെട്ട് ചെയ്യുന്നവനായിരിക്കും. ഖൗലുഹു ഷിഫാഉൻ, അവന്റെ വാക്ക് ഷിഫ ആയിരിക്കും. വസബ്റുഹു തുഖൻ, അവന്റെ ക്ഷമ എന്നുള്ളത് തഖ്വയായിരിക്കും. വസുകൂതുഹു ഫിക്റത്തുൻ, നീ അവൻ നിശബ്ദനായിരിക്കുകയാണെങ്കിൽ അവൻ ഉറ്റാലോചിക്കുന്നവനായിരിക്കും. വനദറുഹു ഇബ്റത്തുൻ, അവൻ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് അവന് ഇബ്റത്തായിരിക്കും, ഗുണപാഠം ഉൾക്കൊള്ളാനുള്ളതായിരിക്കും. യുഖാലിത്തുൽ ഉലമാ ലിയഅലം, അവൻ പണ്ഡിതന്മാരുമായിട്ട് ഇടപെടും അവൻ അറിയാൻ വേണ്ടിയിട്ട്. വയസ്കുതു ബൈനഹും ലിയസ്ലം, അവൻ അവരുടെ അടുക്കൽ അവനിൽ നിന്നൊരു കുറവ് വരരുത് എന്ന നിലക്ക് നിശബ്ദനായിരിക്കും. വയതകല്ലമു ലിയഗ്നം, അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നേട്ടം നേടിയെടുക്കാൻ അഥവാ പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം നേടാൻ വേണ്ടിയായിരിക്കും സംസാരിക്കുക. ഇൻ അഹ്സന ഇസ്തബ്ശറ, അവനൊരു സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൽ അവൻ സന്തോഷിക്കും. വൈൻ അസാഅ ഇസ്തഗ്ഫറ, അവൻ എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തും. വൈൻ ഉതിബ യസ്തഅതിബു, അവൻ എന്തെങ്കിലും ആക്ഷേപിക്കപ്പെട്ടാൽ അത് അവൻ അംഗീകരിക്കും. വൈൻ സുഫിഹ അലൈഹി ഹലുമ, അവനോട് ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തം ചെയ്താൽ അവൻ അവധാനതയോടുകൂടി ആ കാര്യം ഇടപെടും. വൈൻ ബുലിമ സബറ, അവനോട് ദുൽമ ചെയ്യപ്പെട്ടാൽ അവൻ ക്ഷമിക്കും. വഇൻ ജീറ അലൈഹി അദല, അവനോട് അക്രമം ചെയ്താൽ അവൻ നീതിപൂർവ്വം മാത്രമേ അതിന് പകരം ചെയ്യുകയുള്ളൂ. ലാ യതഅവ്വദു ബിഗൈരില്ലാ, അല്ലാഹുവിനോടല്ലാതെ അവൻ രക്ഷ തേടില്ല. വലാ യസ്തഈനു ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ അവൻ സഹായം തേടില്ല. വഖൗറുൻ ഫിൽ മലഅ്, അവന് ആളുകളുടെ കൂട്ടത്തിൽ ആദരവുള്ളവനായിരിക്കും. ശകൂറൻ ഫിൽ ഖലാ, അവന്റെ രഹസ്യമായുള്ള ജീവിതത്തിൽ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നവനായിരിക്കും. ഖാനിഉൻ ബിർറിസ്ഖ്, അവന് ലഭിച്ചിട്ടുള്ള ഉപജീവനത്തിൽ തൃപ്തി അടയുന്നവനായിരിക്കും. ഹാമിദുൻ അലർ റഖാ, അവന് ലഭിച്ചിട്ടുള്ള സൗഖ്യത്തിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനായിരിക്കും. സ്വാബിറുൻ അലൽ ബലാ, പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവനായിരിക്കും. ലാ യജ്മഹു ബിഹിൽ ഖുനൂത്ത്, അവന് അല്ലാഹുവിനെ തൊട്ട് തനത്താന്നുള്ള വാക്കിന് എന്താ പറയാറ്? ലാ യജ്മഹു ബിഹിൽ ഖുനൂത്ത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി, ആയത്ത് എന്താണ്? നിരാശപ്പെടില്ല. അവൻ അല്ലാഹുവിനെ തൊട്ട് നിരാശപ്പെടുകയില്ല. വലാ യഗ്ലിബുഹു അശ്ശുഹ്, അവന് പിശുക്കുണ്ടാവുകയില്ല. ഇൻ ജലസ മഅൽ ലാഇബീൻ കുതിബ മിനൽ ദാകിരീൻ, അവൻ അശ്രദ്ധമായിട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലാണെങ്കിൽ അവൻ ഏറ്റവും അല്ലാഹുവിനെ ഓർക്കുന്നവനായിരിക്കും. വഇൻ ജലസ മഅൽ ദാകിരീൻ കുതിബ മിനൽ മുസ്തഹ്തിരീൻ, അവൻ അല്ലാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ആളുകൾ വിചാരിക്കും അവൻ അശ്രദ്ധയിലാണ് എന്ന്. അഥവാ അല്ലാഹുവിനെ സ്മരിക്കുന്നവൻ അവന്റെ അമലുകൾ ആളുകൾ അറിയുകയില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. വീണ്ടും അദ്ദേഹം മുഅ്മിന്റെ വിശേഷണങ്ങൾ പറയാണ്. അൽ മുഅ്മിൻ, സത്യവിശ്വാസി, തൽഖുൽ ബശർ, അവൻ മുഖപ്രസന്നതയുള്ളവനായിരിക്കും. തൽഖുൽ ബിശർ, മുഖപ്രസന്നതയുള്ളവനായിരിക്കും. ഹസനുൽ ഖുൽഖ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും.
കരീമുൻ ബദൂലുൻ, മാന്യനും അങ്ങേയറ്റം ചെലവഴിക്കുന്നവനുമായിരിക്കും. റാഹിമുൻ വസൂലുൻ, കാരുണ്യം കാണിക്കുന്നവനും ബന്ധങ്ങൾ ചേർക്കുന്നവനുമായിരിക്കും. യുഖ്തഉ ഫയസിലു, ബന്ധം മുറിക്കപ്പെട്ടാൽ അതും അവൻ ചേർക്കും. വയുഇദാ ഫയഹ്തമിലു, എന്തെങ്കിലും ദോഷം ബാധിച്ച അവനോട് ആരെങ്കിലും ദോഷം ചെയ്താൽ അവനത് സഹിക്കുന്നവനായിരിക്കും. വയുഹാനു ഫയുക്രിമു, അവനാരെങ്കിലും നിന്ദിക്കപ്പെട്ടാൽ കഴിഞ്ഞാലും അവർക്ക് ആദരവ് കാണിക്കുന്ന അവസ്ഥ, അവനാരെങ്കിലും ആ രീതിയിൽ പുച്ഛിച്ചാലും അവരോട് മാന്യമായ നിലക്ക് നിൽക്കുന്നവനായിരിക്കും. സബൂറുൻ അലൽ അദാ, അവന് അനുഭവിക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടിലും ക്ഷമിക്കുന്നവനായിരിക്കും. മുഹ്തമിലുൻ ലി അൻവാഇൽ ബലാ, വ്യത്യസ്ത പരീക്ഷണങ്ങളെ അത് നേരിട്ട് ക്ഷമയോടുകൂടി നേരിടുന്നവനായിരിക്കും. ഹാനത്ത് അലൈഹി ദുനിയ ഫലം യബ്നി ഫീഹാ ബൈതൻ, ദുനിയാവ് അവന് നിരർത്ഥകമായിരിക്കും, അവൻ അവിടെ വലിയ കെട്ടിടങ്ങൾ കെട്ടിയുണ്ടാക്കുകയില്ല. വലാ ജദ്ദ സൗബൻ, പുതിയ പുതിയ വസ്ത്രങ്ങൾ അധികമായി മാറ്റിയെടുക്കുന്നവനാവുകയില്ല. ഹസനുൽ സിഖ, അവൻ ദൃഢതയുള്ളവനായിരിക്കും. ലാ യദുന്നു ബില്ലാഹി വന്നസു, അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ടൊരു ചിന്ത ഉണ്ടാവില്ല. അതായത് ഭൗതികമായിട്ടുള്ള വലിയ വലിയ വീടുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയ പുതിയ വസ്ത്രങ്ങൾ, അങ്ങനെ ആ ചിന്തയിൽ മാത്രം ഒഴുകുന്ന ഒരാളാവുകയില്ല. അൽ മുഅ്മിനു, മുഅ്മിൻ എന്നാൽ ഹയ്യിനുൻ ലയ്യിനുൻ, നൈർബല്യമുള്ള ലോല സ്വഭാവക്കാരനായിരിക്കും. തഖിയ്യുൻ സക്കിയ്യുൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും, സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തുന്നവനായിരിക്കും അഥവാ നന്നാക്കിയെടുക്കുന്നവനായിരിക്കും. റദിയ്യുൻ, തൃപ്തിപ്പെടുന്നവനായിരിക്കും. ലാ യുൽദഖു മിൻ ഹുജ്രിൻ മർറതൈൻ, ഒരു മാളത്തിൽ നിന്ന് 2 തവണ അവന് കടിയേൽക്കുകയില്ല. ഇത് ഹദീസിന്റെ ഒരു ഭാഗമാണ്. അഥവാ ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും പോയിട്ട് അകപ്പെടുകയില്ല. ഷാഹിബുൻ ലൗനുഹു, ഇബാദത്തുകൾ ധാരാളം ചെയ്തുകൊണ്ട് അവന്റെ തൊലിയുടെ നിറം ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും, നോമ്പൊക്കെ ധാരാളം എടുക്കുന്നതുകൊണ്ട്. ഷാഇഫുൻ റഅ്സുഹു, അതുപോലെ തന്നെ ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ട് അവന്റെ മുടിക്ക് ചിലപ്പോൾ ജട പിടിച്ചിട്ടുണ്ടാകും. അതായത് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനാണ് അറിയിക്കുന്ന ചില വാക്കുകളാണ്, അല്ലാതെ ഇത് അതുപോലെ ആവണം എന്നുള്ളതല്ല. ഖലീലും തമഅഹു, അവന്റെ ആഗ്രഹങ്ങൾ കുറവായിരിക്കും. കയ്യിസും ഫി ദീനിഹി, അവന്റെ ദീനിൽ ഉൾക്കാഴ്ചയുള്ള അറിവുള്ള ആളായിരിക്കും. ഗബിയുൻ ഫി ദുനിയാ, ദുനിയാവിനെ കുറിച്ച് അവന് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അതായത് ദുനിയാവ് അവന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാവുകയില്ല. അൽ മുഅ്മിൻ, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ കസീറുൽ വഖാർ, ഗാംഭീര്യമുള്ളവനായിരിക്കും. മുക്രിമുൻ ലിൽ ജാർ, അയൽവാസിക്ക് ഇക്റാം ചെയ്യുന്നവനായിരിക്കും. ഹാരിബുൻ മിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്ന് ഓടി അകലുന്നവനായിരിക്കും. നഫ്സുഹു ബിമഅരിഫത്തില്ലാഹി ഷാഹിദത്തുൻ, അവന്റെ സ്വന്തത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിയാമെന്നുള്ളതിനൊരു സാക്ഷ്യമായിരിക്കും. വജവാരിഹുഹു ലില്ലാഹി ദാകിറത്തുൻ, അവന്റെ അവയവങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതായിരിക്കും. വയദഹു ബിൽ മഅറൂഫി മബ്സൂതത്തുൻ, അവന്റെ കൈകൾ നന്മ ചെയ്യുന്നതിൽ വിശാലമായിരിക്കും. വഹിവ ഫീ മുഹാസബതി നഫ്സിഹി ഫീ തഅബിൻ, അവൻ സ്വന്തത്തെ വീണ്ടും വീണ്ടും വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. വന്നാസു മിൻഹു ഫീ റാഹത്തിൻ, അവനെ തൊട്ട് ജനങ്ങൾ റാഹത്തിലായിരിക്കും, അവനെ തൊട്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, സ്വാദിഖുൻ ഇദാ വഅദ, വാക്ക് പറഞ്ഞാൽ സത്യസന്ധത കാണിക്കുന്നവനായിരിക്കും, വാഗ്ദാനം ചെയ്താൽ. ഖരീബുൻ റിള, അവൻ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ട് തന്നെ അവൻ തൃപ്തിപ്പെടും. ബഈദുൽ ഗളബ്, അവന് കോപം എന്നുള്ളത് ദൂരെയായിരിക്കും. യഅലമു ഇദാ ഉല്ലിമ, അവൻ പഠിപ്പിക്കപ്പെട്ടാൽ അത് അറിയുന്നവനായിരിക്കും. വയഫ്ഹമു ഇദാ ഫുഹിമ, എന്തെങ്കിലും കാര്യം പഠിപ്പിക്കുകയോ മനസ്സിലാക്കപ്പെടുകയൊക്കെ ചെയ്താൽ അത് മനസ്സിലാക്കുന്നവനായിരിക്കും. മൻ സാഹബഹു സലിമ, അവനോട് ആര് കൂട്ടുകൂടിയാലും അവൻ സുരക്ഷിതനായിരിക്കും, കൂട്ടുകൂടുന്നവൻ. വമൻ ഖാലതഹു ഗനിമ, അവനോട് ഇടപഴകുന്നവന് അവനിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ടാകും, അഥവാ ഭൗതികമായിട്ടുള്ളതല്ല പരലോകത്തേക്കുള്ളത്. കാമിലുൽ അഖൽ, നല്ല ബുദ്ധിയുള്ളവനായിരിക്കും, പൂർണ്ണമായ ബുദ്ധിയുള്ളവനായിരിക്കും, അതായത് പിന്നെ കുറവുകൾ ഉണ്ടാവില്ല. കസീറുൽ അമൽ, ധാരാളം അമൽ ചെയ്യുന്നവനായിരിക്കും. ഖലീലുൽ അമൽ, ദുനിയാവിലുള്ള പ്രതീക്ഷ വളരെ കുറവായിരിക്കും. ഹസനുൽ ഖുൽഖ്, നല്ല സ്വഭാവമായിരിക്കും. കതൂമുൽ ഗൈബ്, കോപത്തെ പിടിച്ചു വെക്കുന്നവനായിരിക്കും. സുമ്മ ബകാ ഫഅബ്കാന, ഇതും പറഞ്ഞുകൊണ്ട് ഹസനുൽ ബസരി കരയുകയുണ്ടായി. അപ്പൊ ഇപ്പൊ ഉദ്ധരിക്കുന്ന സലമത് പറയുകയാണ്, ഞങ്ങളും കരഞ്ഞു എന്ന് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് താബിഈങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളാണ് ഇരിക്കുന്നത്. അവരെ മുൻനിർത്തിയിട്ട് സഹാബികൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഈ മസ്ജിദിൽ അവരിയ്ക്കുകയാണ് മസ്ജിദിൽ. അപ്പൊ സഹാബികൾ ഇപ്പൊ ഈ വാതിലൂടെ വന്നു കഴിഞ്ഞാല് നമ്മുടെയും അവരുടെയും ഒന്നായിട്ടുണ്ടാകുന്ന ഒരേ ഒരു കാര്യം എന്തായിരിക്കും? ഖിബ്ല ഒന്നായിരിക്കും. അവരിൽ നിന്ന് ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സഹാബികളുടെ ഗുണങ്ങൾ, ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ എന്തായിരുന്നു എന്ന നിലക്ക് പറയാണ്. ഇങ്ങനെയായിരിക്കും ഒരു സത്യവിശ്വാസി ഉണ്ടാവുക. വഖാല, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹാകദാ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അവ്വല ഫൽ അവ്വൽ, ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഉണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. അതായത് സലഫികൾ എന്ന് നമ്മൾ നമ്മെ പറ്റി പറയുമ്പോ, സലഫിയത്തിന്റെ പേരിൽ നമ്മൾ വാശി പിടിക്കുമ്പോ എന്താണ് സലഫുകളുമായിട്ടുള്ള
ബന്ധം നമുക്ക് എന്താണ് അവരുമായി താരതമ്യം ചെയ്യാനുള്ളത് എന്ന് ശരിക്കും നമ്മൾ പരിശോധിക്കണം. പറഞ്ഞു ഇതുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. ഹത്താ ലഹിഖൂ ബില്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് ചേരുന്നത് വരെ. വഹാകദാ കാനൽ മുസ്ലിമൂന മിൻ സലഫികും സ്സാലിഹ്, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ സലഫ് സ്വാലിഹീങ്ങൾ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്. വഇന്നമാ ഗുയ്യിറ ബികും ലമ്മാ ഗയ്യർതും, നിങ്ങൾ മാറ്റിമറിച്ചതുകൊണ്ട് നിങ്ങൾക്കും അള്ളാഹു മാറ്റമുണ്ടാക്കി. സുമ്മ തലാ, എന്നിട്ട് സൂറത്തുൽ റഅദിലെ 11-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, അള്ളാഹു ഒരു കൂട്ടരുടെ അവസ്ഥ മാറ്റൂല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിലുള്ളത് അവർ മാറ്റിയത് കൊണ്ടല്ലാതെ. അതായത് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ അവരൊഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് അവർ മാറ്റും. നമ്മൾ മാറ്റം വരുത്തിയോണ്ടാണ് ആ സ്വഹാബികളെയും സലഫുകളെയും പോലെ അവർക്കുണ്ടായതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കും ഉണ്ടാകാത്തത്. അത്രത്തോളം മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ ഖാലൽ ഹസൻ, അപ്പൊ സദസ്സിൽ സംസാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബനാ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അത്വാഹിരീൻ വംനുൻ അലൈനാ ബിമാ മനൻത ബിഹി അലാ ഇബാദിക്കൽ മുഖ്ലിസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു, നിന്റെ ഇഖ്ലാസുള്ള അടിമകളുടെ മേലെ നീ ചൊരിഞ്ഞ അനുഗ്രഹം പോലെ ഞങ്ങളുടെ മേലെയും നീ ചൊരിയണമേ. വൗലിയാഇക്കൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ അടിമകൾക്ക് ചൊരിഞ്ഞതുപോലെ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. വഅലാ കുല്ലി ഖൈറിൻ മുഈൻ, എല്ലാ ഖൈറിനും സഹായിക്കാൻ കഴിവുള്ളവനാണല്ലോ. വഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, ബരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. ഇതോടുകൂടി ഈ കിതാബ് അവസാനിച്ചു. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. വളരെ 2023 മറ്റോ ആരംഭിച്ചതാണ്. പക്ഷെ എടുക്കാൻ കുറെ വൈകിയിട്ടുണ്ട്. 6-7 മാസത്തിലൊക്കെ ഒരു ദിവസമൊക്കെ എടുത്തുകൊണ്ടാണ് ഇത്ര വൈകിയത്. എന്തായാലും ഒരുപാട് ഫായിദകളുള്ള, നമ്മൾ സ്വന്തത്തിനെ വളരെയധികം നമ്മൾക്ക് കുറ്റപ്പെടുത്തേണ്ടി വരുന്ന അസറുകളാണ് ഈ കിതാബിലുള്ളത്. ഒരിക്കലും ഇത് വായിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ യോഗ്യനായിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇത് എനിക്കും ഇത് കേൾക്കുന്നവർക്കും ഉപകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ സലഫ് സ്വാലിഹീങ്ങളുടെ സഹാബികളെ പോലെ അവരോട് താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന വിശ്വാസവും കർമ്മവും സ്വഭാവവും സംസ്കാരവും എല്ലാം അള്ളാഹു നമ്മളിൽ ഉണ്ടാക്കുകയും നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.